അൾജിബ്ര 2 എന്നുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ ക്ലാസ്സിൽ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എത്തിയത് ഈ ഒരു സെക്ഷൻ വരെയാണ്. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം എന്താണെന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോൺസിക്വൻസും പറഞ്ഞിട്ടുണ്ട്. കൊറോളറീസ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന റിസൾട്ടുകൾ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇനി ബാക്കിയുള്ളത് ഈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രൂവ് ചെയ്യാനാണ്. സോ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം എന്താ, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ വേഗത്തിലൊന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ പ്രൂഫും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ സപ്പോസ് വി ഹാവ് എ field F and E is an extension field of algebraic extension of F. ഈ എഫിൻ്റെ അൾജിബ്രിക് എക്സ്റ്റൻഷനാണ്. നമുക്ക് സിഗ്മ എന്നുള്ളൊരു ഐസോമോർഫിസം എഫ് നിന്ന് എഫ് പ്രൈം എന്നുള്ളൊരു ഫീൽഡിലേക്ക് നമ്മളെ കയ്യിലുണ്ട് എന്ന് കരുതും. ഓക്കെ, ഞാൻ എഫ് പ്രൈമിൻ്റെ അൾജിബ്രിക് ക്ലോഷറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് പ്രൈം. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് സിഗ്മനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ സിഗ്മൻ്റെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ആ എക്സ്റ്റൻഷനെ ഞാൻ ടോ എന്ന് വിളിക്കുന്നുണ്ട്. ഇയിൽ നിന്ന് സിഗ്മനെ എഫ് നിന്ന് ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങോട്ട്? അൾജിബ്രിക് സബ് ഫീൽഡ് ഓഫ് എ അൾജിബ്രിക് ക്ലോഷർ. ഞാൻ അതിനെ ഇ പ്രൈം എന്ന് വിളിച്ചാൽ, അതായത് എഫ് പ്രൈം ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് തിയറം പറയുന്നത്. എക്സ്റ്റൻഷൻ പോസിബിളാണ്. സോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എഫിലുള്ള എലമെൻസിനെ ടോ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക, സിഗ്മ ഓഫ് എയിലേക്ക്, സിഗ്മയിലേക്ക്. സിഗ്മ എങ്ങോട്ടാണോ മാപ്പ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും മാപ്പ് ചെയ്യുക. അതായത് അതാണ് എക്സ്റ്റൻഷനോട് ഉദ്ദേശിക്കുന്നത്. ടോ ഓഫ് എ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഓഫ് എ ഫോർ ഓൾ എ ഇൻ ഫീൽഡ് എഫ്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യാൻ സോൺസ് ലെമ്മൻ്റെ ഉപയോഗിക്കാം, സോൺസ് ലെമ്മ ഉപയോഗിക്കാം. സോ ഞാൻ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെറ്റിൽ പെയേഴ്സ് ആയിട്ടാണ്, ഒരു പെയേഴ്സാണ് എലമെൻറ്റ്സ്. കൺസിഡർ ദി പെയേഴ്സ് L and lambda where L is a field such that F is contained in L and L is contained in E. അതായത് ഈ ഒരു പെയറിൽ L എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. എങ്ങനെയുള്ള ഫീൽഡ്? എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ് L. E എന്നുള്ള അൾജിബ്രിക് എക്സ്റ്റൻഷൻ്റെ അകത്ത് വരുന്ന എഫിൻ്റെ അൾജിബ്രിക് എക്സ്റ്റൻഷൻസ് L. ലാംഡ എന്ന് പറഞ്ഞാൽ ഐസോമോർഫിസാണ്. എല്ലിന്ന് എഫ് പ്രൈം ക്ലോഷറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന, എഫ് പ്രൈം ക്ലോഷറിൻ്റെ സബ് ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഐസോമോർഫിസാണ് ലാംഡ. ഓക്കെ, എങ്ങനെ? സിഗ്മൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന ഐസോമോർഫിസംസ്. അതായത് ലാംഡ ഓഫ് എ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എ ആയിരിക്കും ഫോർ ഓൾ എ ഇൻ എഫ്. സോ ഈ ഒരു കളക്ഷൻ നോൺ എംപ്റ്റി ആയിരിക്കും, കാരണം നമുക്ക് ഓൾറെഡി എഫ് കോമ സിഗ്മ എന്നുള്ള മാപ്പ് ഈ ഒരു കളക്ഷനിൽ ഉണ്ടാകും. ഓക്കെ, സോ ഈ കളക്ഷൻ നോൺ എംപ്റ്റി ആണ്. അപ്പോൾ ഞാൻ ഈ നോൺ എംപ്റ്റി സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എൽ സിഗ്മ എന്നുള്ള ഈ ഒരു കണ്ടീഷൻസ് ഉണ്ട്. എല്ലും സിഗ്മയും സാറ്റിസ്ഫൈ, എൽ ലാംഡ ഓർഡർഡ് പെയർ എൽ ആൻഡ് ലാംഡ, എല്ലും ലാംഡയും സാറ്റിസ്ഫൈൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു കളക്ഷനിൽ ഓർഡർഡ് പെയർ എഫ് സിഗ്മ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു കളക്ഷൻ എന്തല്ല, എംപ്റ്റി അല്ല, നോൺ എംപ്റ്റി ആണ്. സോ ഞാൻ ഈ നോൺ എംപ്റ്റി സെറ്റിലൊരു പാർഷ്യൽ ഓർഡർ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നു? ഓർഡർഡ് പെയർ L1 ലാംഡ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർഡ് പെയർ L2 ലാംഡ 2 ആണെന്ന് പറയും. എപ്പോൾ L1ൻ്റെ എക്സ്റ്റൻഷൻ ആകണം L2, സിഗ്മ 1ൻ്റെ എക്സ്റ്റൻഷൻ ആകണം, ആ മാപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്താകണം. എന്ത്? സിഗ്മ അല്ല, ലാംഡ 1ൻ്റെ എക്സ്റ്റൻഷൻ ആകണം, ആസ് എ മാപ്പ് എക്സ്റ്റൻഷൻ ആകണം ലാംഡ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെറ്റിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഓർഡർഡ് പെയർസിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അത് പാർഷ്യൽ ഓർഡർ ആയിരിക്കും. അത് നിങ്ങൾ
എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. പാർഷ്യലി ഓർഡേഡ് സെറ്റായിരിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ഒരു പാർഷ്യലി ഓർഡേഡ് സെറ്റിൽ ഏതൊരു ചെയിൻ എടുത്താലും അതിനെന്തുണ്ടാകും, അപ്പർ ബൗണ്ട് ഉണ്ടാകുമെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ജനറലി അങ്ങനെ ഒരു അപ്പർ ബൗണ്ട്, അതായത് ഏതൊരു ചെയിനും അതിനൊരു അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സോൺസ് ലെമ്മ പ്രകാരം അതിനെന്തുണ്ടാകും, ഒരു മാക്സിമൽ എലമെൻറ്റ് ഉണ്ടാകും. ആ സെറ്റിലൊരു മാക്സിമൽ എലമെൻറ്റ് ഉണ്ടാകും എന്ന് പറയാം. ആ മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള മാപ്പ് ടോ. ഓക്കെ, സോ നമ്മൾ ഒരു ചെയിന് ഈ ഒരു സെറ്റിൽ നിന്ന് കൺസിഡർ ചെയ്യുക. ലെറ്റ് ടി ഈസ് ഇക്വൽ ടു എച്ച് ഐ ലാംഡ ഐ ബിലോങ്സ് ടു ഐ ബി എ ചെയിൻ ഇൻ എസ്. ഞാൻ ഈ സെറ്റിനെയാണ് എസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ഒരു കളക്ഷന്, ഈ എൽ ലാംഡേൻ്റെ കളക്ഷനെയാണ് ഞാൻ എസ് എന്ന് വിളിക്കുന്നത്. സോ ഞാനിനി പ്രൂവ് ചെയ്യുന്നത് ഈ ടി എന്നുള്ള ചെയിനിന് എസ്സിൽ ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. വി ക്ലെയിം ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ബിലോങ്സ് ടു ഐ, എച്ച് ഐ ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. ആദ്യം അപ്പോൾ സബ് ഫീൽഡ് ഓഫ് ഇ ആകണം. പിന്നെ എന്താകണം, ലാംഡ ഈസിനെ എച്ചിൽ ഒരു ലാംഡനെ പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ആദ്യം എയും ബിയും എച്ച് എന്ന് എടുക്കാം. സോ എ ഏതെങ്കിലും ഒരു H1 വന്നിട്ടുണ്ടാകും ഫോർ സം. ഓക്കെ, ഈ ഒരു യൂണിയനിലുള്ള എലമെൻ്റാണ് എ. അപ്പോൾ ഏതെങ്കിലും ഒരു എച്ചിൽ വന്നിട്ട് HIയിൽ വന്നിട്ടുണ്ടോ, ഞാൻ അതിന് H1 എന്ന് വിളിക്കുന്നുണ്ട്. ബിയും എച്ചിലുള്ള, അപ്പോൾ ഏതെങ്കിലും ഒരു H2 വന്നിട്ടുണ്ടാകും. സോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും, കാരണം ചെയിനാണ്, ഇത് ഒരു ചെയിനാണ്, ടി ഒരു ചെയിനാണ്. സോ ഒന്നില്ലെങ്കിൽ H1 ലെസ് ദാൻ H2 ആയിരിക്കും, അല്ലെങ്കിൽ H2 ലെസ് ദാൻ H1 ആയിരിക്കും. വിത്തൗട്ട് ലൂസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് H1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു H2. സോ A1 എ എവിടെ ഉണ്ട്, H1 സോ എ എവിടെ ഉണ്ടാകും, H2 ഉണ്ടാകും. സോ എ കോമ ബി, എ ആൻഡ് ബി വിൽ ബി ഇൻ H2. സോ H2 എന്താണ്, സബ് ഫീൽഡാണ്. സോ H2 സബ് ഫീൽഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സബ് ഫീൽഡ് ആയതുകൊണ്ട് എ പ്ലസ് ബിയും എ മൈനസ് ബിയും H2 ഉണ്ടാകും, എ ഇൻറ്റു ബി H2 ഉണ്ടാകും. എ ബൈ ബി നോൺ സീറോ ആണെങ്കിൽ എ ബൈ ബിയും H2 ഉണ്ടാകും, കാരണം H2 എന്താണ്, ഫീൽഡാണ്. സോ H2 എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, ഈ ഒരു യൂണിയൻ്റെ സബ്സെറ്റ് ആയിരിക്കും, കാരണം H2 എന്ന് പറഞ്ഞാൽ യൂണിയനിലുള്ള ഏതൊരു HI ആണ്. സോ H2ൽ ഈ എല്ലാ എലമെൻസും ഉണ്ട്. എ പ്ലസ് ഓർ മൈനസ് ബി ഉണ്ട്, എ ബി ഉണ്ട്, ബി നോട്ട് ഈക്വൾ ടു സീറോ ആണെങ്കിൽ എ ബൈ ബി ഉണ്ട്. സോ ഈ എലമെൻസ് എല്ലാം എവിടെ ഉണ്ടാകും, എച്ചിലും ഉണ്ടാകും. സോ എച്ച് എന്തായിരിക്കും, ഒരു സബ് ഫീൽഡ് ആയിരിക്കും. മോറോവർ HIs എല്ലാം ഈൻ്റെ സബ് ഫീൽഡ് ആയതുകൊണ്ട് യൂണിയൻ HIസും ഈൻ്റെ സബ് ഫീൽഡ് ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനായി എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. അതായത് എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ, എച്ച് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എച്ച്. സോ നമുക്കിനി എച്ച് എന്നൊരു ലാംഡനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ, നേരത്തെ പറഞ്ഞ എസ്സിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ലാംഡനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ എച്ച് ലാംഡ എവിടെ ഉണ്ടാകും, എസ്സിലുണ്ടാകും. എച്ച് കോമ ലാംഡ ഈ ഒരു ചെയിനിൻ്റെ അപ്പർ ബൗണ്ടായിട്ടും വരും. സോ നൗ ഡിഫൈൻ എച്ച് ലാംഡ ഫ്രം എച്ച് ടു അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഡാഷ് ആസ് ഫോളോസ്. സോ ഞാൻ ലാംഡനെ ഡിഫൈൻ ചെയ്യാണ്. സപ്പോസ് സി ഈസ് ഇൻ എച്ച്. സോ സി എവിടെ ഉണ്ടാകും, സം HIയിലുണ്ടാകും ഫോർ സം ഐ ബിലോങ്സ് ടു ഐ. സോ ലാംഡ ഓഫ് സിനെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ലാംഡ ഐ ഓഫ് സി. ഓക്കെ, HIന്ന് ലാംഡ ഐ എന്നുള്ള ഒരു മാപ്പ് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫിലേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് പ്രൈമിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് ഉണ്ടാകും. സോ ആ ഒരു ലാംഡ ഐ ഉപയോഗിച്ചിട്ട് ലാംഡ സിനെ ഡിഫൈൻ ചെയ്യാം. ഈ ലാംഡ വെൽ ഡിഫൈൻഡ് ആയിരിക്കും, കാരണം സി ഏതെങ്കിലും ഒരു HIയിലല്ല, ഒന്നിൽ കൂടുതൽ HIയിൽ ഉണ്ടെങ്കിലും സെയിം മാപ്പ് ലാംഡ ഐൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അത് നോക്കാം. സപ്പോസ് സി ഈസ് ഇൻ H1 ആൻഡ് സി ഈസ് ഇൻ H2. ഓക്കെ, സോ H1ഉം H2ഉം നമ്മളുടെ ചെയിൻ ടിയിലുള്ള എലമെൻ്റാണ്. സോ ഒന്നില്ലെങ്കിൽ H1 ലാംഡ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു H2 ലാംഡ 2 ആയിരിക്കും, അല്ലെങ്കിൽ H2 ലാംഡ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു H1 ലാംഡ 1 ആയിരിക്കും. സോ ഇൻ എയ്തർ കേസ്, രണ്ട് കേസ് ആയാലും നമുക്ക് എന്ത് പറയാം, ലാംഡ 1 ഓഫ് സി ഈസ് ഈക്വൽ ടു ലാംഡ 2 ഓഫ് സി. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ HIൻ്റെ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന HIനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഏത് HI ആണോ അവിടെ ഡിഫൈൻ ചെയ്തിട്ട് ലാംഡ ഐ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. സോ ലാംഡ 1 ഓഫ് സി വിൽ ബി ഈക്വൽ ടു ലാംഡ 2 ഓഫ് സി. സോ അവർ മാപ്പ് ലാംഡ ഈസ് വെൽ ഡിഫൈൻഡ്. ഓക്കെ, നമുക്കിനി ചെയ്യാനുള്ളത് ലാംഡ ഐസോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
എഫ് പ്രൈം ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്കുള്ള ഐസോമോർഫിസം ആണ് പ്രൂവ് ചെയ്യണം. അതിന് 1 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയാകും. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഓഫ് ലാംഡ, സോ സപ്പോസ് വി ഹാവ് എ ആൻഡ് ബി, ദെൻ നമുക്കറിയാം എനും ബിനും കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു HI ഉണ്ടാകും. സപ്പോസ് എ H1 ബി H2 ആണെങ്കിൽ H1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ H2 ആയിരിക്കും, അല്ലെങ്കിൽ H2 വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ H1 ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. സോ തോർ ലോസ് ഓഫ് ജനറാലിറ്റി എയും ബിയും ഏതെങ്കിലും ഒരു HIയിൽ ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ലാംഡ ഓഫ് എ പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ പ്ലസ് ബി. ലാംഡ ഐ എന്താണ്? ഐസോമോർഫിസ് ആണ്. സോ ഹോമോമോർഫിസം കണ്ടീഷൻ സാറ്റിസ്ഫൈയും ദിസ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ പ്ലസ് ലാംഡ ഐ ഓഫ് ബി. So this will be equal to lambda of A will plus lambda of B. So addition preserve ചെയ്യുന്നുണ്ട്. Similarly multiplication preserve ചെയ്യും. ഓക്കെ, സോ ലാംഡ എന്താണ്? ഹോമോമോർഫിസ് ആണ്. ഇനി ലാംഡ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ലാംഡ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മതി? കേർണൽ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ സപ്പോസ് ലാംഡ ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ഫോർ സം എ ഇൻ എച്ച്. സോ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു HI ഉണ്ടാകും. സോ അവിടെ ലാംഡ ഐ ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ സം ഐ ബിലോങ്സ് ടു ഐ. സോ ലാംഡ ഐ എന്താണ്? ഐസോമോർഫിക്സ് ആണ്. സോ അത് 1 1 ആയിരിക്കും. സോ എ വിൽ ബി 0 സിൻസ് ലാംഡ ഐ ഈസ് ആൻ ഐസോമോർഫിസം. സോ കേർണൽ ഓഫ് ലാംഡ എന്താണ്? സിംഗിൾട്ടൺ 0 ആണ്. സോ എഫ് പ്രൈം ക്ലോഷറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലാംഡ എന്താണ്? 1 1 ആണ്. സോ അതിൻ്റെ റേഞ്ച്, ലാംഡൻ്റെ റേഞ്ച് എന്തായിരിക്കും? എഫ് പ്രൈം ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും. അതും നമ്മളുടെ എച്ചും തമ്മിൽ എന്തായിരിക്കും? ഐസോമോർഫിസം ഉണ്ടാകും. അതായിരിക്കും അങ്ങനെ വരുന്ന ഒരു ഐസോമോർഫിസാണ് ലാംഡ. സോ എച്ചും റേഞ്ച് ഓഫ് ലാംഡയും എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. സോ ലാംഡ ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് എച്ച് ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് പ്രൈം ക്ലോഷർ. സോ എച്ച് ലാംഡ എന്നുള്ള ഓർഡർഡ് പെയർ എവിടെ ഉണ്ട്? എസ്സിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫ്രം അവർ ഡെഫിനേഷൻസ് ഓഫ് എച്ച് ആൻഡ് ലാംഡ, എച്ച് ലാംഡ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദി ചെയിൻ ടി we have considered. So we have shown that every chain of S has an upper bound in S. So by hypothesis of Zorn's lemma, then by Zorn's lemma, so by Zorn's lemma, there exists a maximal element K tau of S. എസ്സിലൊരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും K tau എന്നുള്ള, such that lambda tau of K is equal to K dash, where K dash is a സബ് ഫീൽഡ് ഓഫ് എഫ് പ്രൈം. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? കെ ഈക്വൽ ടു ഇ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സപ്പോസ് കെ ഇ അല്ലെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് സം ആൽഫ ഇൻ ഇ സച്ച് ദാറ്റ് ആൽഫ ഇൻ ഇസ് നോട്ട് ഇൻ കെ. കെയിലില്ലാത്ത ഒരു എലമെൻറ്റ് ഇയിലുണ്ടാകും. സിൻസ് ഇ ഈസ് ആൻ അൾജിബ്രിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ്, വി ഹാവ് ആൽഫ ഈസ് അൾജിബ്രിക് ഓവർ എഫ്. സോ കെനെയും ആൽഫനെയും വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കെനെയും ആൽഫനെയും വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും. സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് കെ ആൻഡ് ആൽഫ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത് നമ്മളുടെ ഈ മാക്സിമൽ കെനെ മാക്സിമൽ എലമെൻ്റായിട്ട് ചൂസ് ചെയ്തതിന് കോൺട്രഡിക്ഷൻ വരും. എങ്ങനെ വരുന്നത് നോക്കാം. സോ ആൽഫ ഈസ് അൾജിബ്രിക് ഓവർ കെ. സോ ആൾസോ ലെറ്റ് കൺസിഡർ ദി ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ കെ ആൻഡ് psi alpha be the canonical isomorphism from domain of polynomials over K over ideal generated by P of X to K alpha. Corresponding to the evaluation of homomorphism, phi of alpha K domain of polynomials over K to K alpha. So now if P of X, suppose our irreducible polynomial of alpha or K is this a0 plus a1x plus etc. an x raised to n. So consider Q of X is equal to tau of a0 plus tau of a1x plus etc. tau of an x raised to n in domain of polynomials over K dash. Then tau എന്താണ്? ഐസോമോർഫിസ് ആയിരിക്കും ആണ്. സോ നമുക്ക് Q of X എന്തായിരിക്കും? ഇറെഡ്യൂസിബിൾ ആയിരിക്കും. കാരണം ഇതിനെ ഉപയോഗിച്ചിട്ട് ഇവിടെ tau അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പോളിനോമിയലാണിത്. സോ ടോ ഐസോമോർഫിസ് ആണ്, ഇത് ഇറെഡ്യൂസിബിൾ ആണ്. സോ ഇതും ഇറെഡ്യൂസിബിൾ ആയിരിക്കും ഓവർ ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ കെ ഡാഷ്. ആൾസോ സിൻസ് കെ ഡാഷ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ algebraic closure of f prime, there is a 0 alpha dash for Q of X in domain of
algebraic closure of f prime. So consider ഈ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഐസോമോർഫിസം എവിടുന്ന് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ കെ ഡാഷ് ഓവർ ഇത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് ഈ സ്ട്രക്ചർ എന്തായിരിക്കും ഫീൽഡ് ആയിരിക്കും. അത് ആ സ്ട്രക്ചർ എന്തിന് ഐസോമോർഫിക് ആയിരിക്കും? സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് കെ ഡാഷ് ആൻഡ് ആൽഫ ഡാഷിന് ഐസോമോർഫിക് ആയിരിക്കും. അവിടുന്ന് ഈ ഒരു സ്ട്രക്ചറിന് ഇങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐസോമോർഫിസാണ് ഇത്. ഓക്കെ, ബി ദ ഐസോമോർഫിസം അനലോഗസ് ടു സൈ ഓഫ് ആൽഫ. ഫൈനലി വി ഹാവ്, നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഐസോമോർഫിസം ഉപയോഗിച്ചിട്ട് ടോ ബാർ എന്നുള്ള ഒരു ഐസോമോർഫിസം ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന് ഇങ്ങോട്ടേക്ക് പറയാം. കാരണം ഇതും ഈ ഒരു സ്ട്രക്ചറും എന്താണ്, ഐസോമോർഫിക്കാണ്. ഈ ഒരു സ്ട്രക്ചറും ഐസോമോർഫിക്കാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറും ഐസോമോർഫിക്കാണ്. സോ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ട്രക്ചറിന് ഇങ്ങോട്ടേക്ക് ഐസോമോർഫിസം പറയാം. ഓക്കെ, ടോ ബാറിനാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. ബി ദ ഐസോമോർഫിസം എക്സ്റ്റെൻഡിങ് ടോ ഓൺ കെ ആൻഡ് മാപ്പിംഗ് എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ടു എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ ക്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ടോ എന്താണെന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് മാപ്പുകളും ഉപയോഗിച്ചാണ്. ദെൻ ദി കോമ്പോസിഷൻ മാപ്സ് സൈ ഓഫ് ആൽഫ ഡാഷ് ടോ ബാർ, ഇവിടെ കോമ്പോസിഷൻ ഉണ്ട്, ഇവിടെയും കോമ്പോസിഷൻ ഉണ്ട്. സൈ ഓഫ് ആൽഫ ഇൻവേഴ്സ് ഫ്രം കെ ആൽഫ സിമ്പിൾ എക്സ്റ്റൻഷൻ കെ ആൽഫ ടു സിമ്പിൾ എക്സ്റ്റൻഷൻ കെ ഡാഷ് ആൽഫ ഡാഷ് is an isomorphism of k of alpha onto a subfield of f prime closure, and clearly we have k ordered pair k tau will be less than or equal to ordered pair k alpha. കാരണം k alpha ഈ സിമ്പിൾ എക്സ്റ്റൻഷൻ സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്യും. മോറോവർ നമുക്ക് ഒരു ഐസോമോർഫിസം ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ആൽഫ സൈ ആൽഫ ഡാഷ് ടോ ബാർ സൈ ആൽഫ ഇൻവേഴ്സ്. പക്ഷേ ഇതെന്താണ്, നമ്മളുടെ എസ് എന്നുള്ള സെറ്റിലെ മാക്സിമൽ എലമെൻ്റ് ആണ്. അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ടേം അവിടെ ഉണ്ടാവില്ല, മാക്സിമൽ എലമെൻ്റ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്താ പറയുക, ഇത് കോൺട്രഡിക്ഷൻ ആയിട്ട് വരും. സോ നമുക്ക് അതായത് എങ്ങോട്ട് കോൺട്രഡിക്ഷൻ, ഈ ഒരു എലമെൻറ്റ് മാക്സിമൽ ആണെന്നുള്ളതിന് കോൺട്രഡിക്ഷൻ വരും. സോ വി മസ്റ്റ് ഹാവ് k equal to e. That is the proof of isomorphism extension theorem. Okay, പ്രൂഫ് ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.